കരൾ നീറുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. കരൾ നീറുമെൻ ഹൃദയം സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ. നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ. നീ വന്നണഞ്ഞാൽ തീരുമെൻ വ്യഥയാർന്ന വിങ്ങൽ ജീവനേ. നീ മാത്രമാണെന്നാശയം ആശ്വാസമരുളും സ്നേഹവും. നീ മാത്രമാണെന്നാശയം ആശ്വാസമരുളും സ്നേഹവും. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കന്യകാകാലത്തിൽ പരിശുദ്ധാത്മാവിൽ ഗർഭം ധരിച്ച മറിയയും വാർദ്ധക്യത്തിൽ ദൈവാനുഗ്രഹത്താൽ ഗർഭവതിയായ എലിസബത്തും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ പരിശുദ്ധാത്മ നിറവിൽ മറിയ പാടിയ പാട്ടാണ് ലൂക്കോസ് 1:46 മുതൽ 55 വരെയുള്ള വാക്യങ്ങൾ. ഈ പാട്ടിൽ മറിയ ദൈവത്തിൻ്റെ 4 പ്രത്യേകതകൾ പറയുന്നുണ്ട്. അവ ഏവ എന്ന് ഈ പ്രഭാതത്തിൽ ചിന്തിക്കാം. 1. ദൈവം ശക്തനാണ്. വാക്യം 49. മിസ്രൈമിൽ നിന്നുള്ള ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതൽ ദൈവത്തിൻ്റെ കരത്താൽ ആയിരുന്നു. ഈ വിടുതൽ ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയുടെ പ്രത്യക്ഷ ദർശനമായിരുന്നു. അതുകൊണ്ട് പിൽക്കാലത്ത് ഇസ്രായേൽ ജനം ഈ സംഭവം ഓർക്കുകയും തങ്ങളുടെ മക്കളോട് പറയുകയും ചെയ്തിരുന്നു. പ്രതിസന്ധികളിൽ അവർക്ക് ധൈര്യവും പ്രത്യാശയും നൽകിയിരുന്നത് ദൈവശക്തിയുടെ ഓർമ്മയായിരുന്നു. നമ്മുടെ ദൈവം ശത്രുക്കളിൽ നമ്മെ രക്ഷിപ്പാൻ ശക്തിയുള്ളവനാണ്. എഫെസ്യർ 1:19 പൗലോസ് പറയുന്നത്, നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു എന്ന്. അതെ, അവൻ്റെ അളവറ്റ ശക്തി എന്തെന്ന് നാം മനസ്സിലാക്കണം. മറിയ അത് മനസ്സിലാക്കി പറയുന്നത്, ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. ജീവിതത്തിൽ പരാജയഭീതിയും നിരാശയും നമ്മെ കീഴ്പ്പെടുത്തുവാൻ പോരാടുമ്പോൾ ഓർക്കണം, എൻ്റെ ദൈവം ശക്തനായി എന്നോട് കൂടെയുണ്ട്. വീഴാതവനും എന്നെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നദ്ധിയിൽ കളങ്കമില്ലാത്തവനായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തനാണ് എൻ്റെ ദൈവം. യൂദ 24 വാക്യം. 2. ദൈവം പരിശുദ്ധനാണ്. വാക്യം 49. ലേവ്യ പുസ്തകം 19:2 യഹോവയായ ദൈവം പറയുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ. യെശയ്യാവ് കാണുന്ന ദർശനത്തിൽ സ്രാവുകൾ ആർക്കുന്നത്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിച്ചപ്പോഴാണ് യെശയ്യാവ് തൻ്റെ അശുദ്ധിയെ കണ്ടത്. പരിശുദ്ധനായ ദൈവവുമായി നമുക്ക് ബന്ധമുണ്ടാവണമെങ്കിൽ നാം വിശുദ്ധിയുടെ അനുഭവത്തിലാകണം. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ കഴിയില്ല. കർത്താവ് പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. പത്രോസ് നമുക്ക് നൽകുന്ന ഉപദേശം, കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വരിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹ ആരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. 1 കൊരിന്ത്യർ 4:2-3 വാക്യങ്ങൾ. പിന്നെ നാം എന്ത് ചെയ്യണം? 1 പത്രോസ് 1:15 നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവേൻ. നാം വിശുദ്ധി പ്രാപിക്കുന്നത് യേശുവിൻ്റെ രക്തത്താൽ ആണ്. ക്രൂശിൽ ചൊരിഞ്ഞ കുഞ്ഞാടിൻ്റെ വലിയ രക്തത്താൽ നമുക്ക് വിശുദ്ധി പ്രാപിക്കാം. 3. ദൈവം കരുണയുള്ളവൻ. വാക്യം 50.
മിസ്രൈമ്യ അടിമത്തത്തിൽ നിലവിളിച്ച തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ട് അവരുടെ കഷ്ടത കണ്ട് അവരുടെ കരുണ കാണിച്ചവരെ വിടുവിച്ചവനാണ് നമ്മുടെ ദൈവം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ എന്ന സങ്കീർത്തനം 145:8 പറയുന്നത് ദൈവത്തിൻ്റെ കരുണയും മനസ്സലിവും പൂർണ്ണമായി യേശുക്രിസ്തുവിൽ കൂടിയാണ് നമുക്ക് വെളിപ്പെടുത്തിയത്. കർത്താവിൻ്റെ കരുണയാണ് അനേക രോഗികൾക്ക് സൗഖ്യം നൽകുവാനുള്ള കാരണം. ആ കരുണയാണ് ഭൂതങ്ങളെ പുറത്താക്കിയത്. ആ കരുണയാണ് മരിച്ചവരെ ഉയർപ്പിച്ചത്. കരുണയും മനസ്സലിവും സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. സ്നേഹം ദയ കാണിക്കുന്നു എന്ന 1 കൊരിന്ത്യർ 13:4 പറയുന്നത്. സ്നേഹമില്ലായ്മയുടെ ഫലമായി സ്വന്തം സഹോദരനെ പോലും കൊല്ലുവാൻ മനുഷ്യന് മടിയില്ല. ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം സ്നേഹം നഷ്ടപ്പെട്ടതിൻ്റെ ഫലമല്ലേ? മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ ബുദ്ധികൂർമ്മതയോ ഉന്നത സ്ഥാനമോ ഒന്നുമല്ല, പിന്നെയോ സ്നേഹത്തിൽ നിന്നൊഴുകുന്ന കരുണയും ദയയുമാണ്. അതില്ലാതായാൽ മനുഷ്യൻ മൃഗത്തെക്കാൾ അധമനായി തീരും. കരുണയുള്ളവർക്ക് കരുണ ലഭിക്കുന്നത്. മത്തായി 5:7. 4. ദൈവം വിശ്വസ്തനാണ്. 54-55 വാക്യങ്ങൾ. പിതാക്കന്മാരുടെ അരുളി ചെയ്തത് നിവർത്തിക്കുന്ന വിശ്വസ്തനായ ദൈവം അബ്രഹാമിനെ വിളിച്ച് അവൻ്റെ സന്തതികൾക്ക് വാഗ്ദത്തമുണ്ടായ കനാൻ ദേശം അവകാശമായി നൽകി വിശ്വസ്തത കാണിച്ചവനാണ് നമ്മുടെ ദൈവം. എബ്രായർ 13:8 പറയുന്നത് നമ്മുടെ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. നാം വിശ്വാസം അർപ്പിച്ചിട്ടുള്ള മനുഷ്യ നേതാക്കന്മാർ എല്ലാം തന്നെ വാക്കുമാറുന്നവരാ. അതുകൊണ്ട് അവർ നമ്മെ നിരാശപ്പെടുത്തും. എന്നാൽ വിശ്വസ്തനായ കർത്താവിൽ നമ്മുടെ ആശ്രയവും വിശ്വാസവും അർപ്പിക്കുമെങ്കിൽ ഒരിക്കലും നിരാശയ്ക്ക് ഇടവരില്ല. കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. 1 തെസ്സലോനിക്കർ 5:24. വിശ്വസ്തനായി ഈ ദൈവത്തിൽ ആശ്രയം വെച്ച് അവനോട് വിശ്വസ്തരായി നമ്മളുടെ ഓട്ടമോടാം. അബ്രഹാമിന് അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ കാണിച്ച ദൈവം വിശ്വസ്തനായി എന്നും നമ്മോട് കൂടെയുണ്ട്. കർത്താവെ, പ്രതിസന്ധികളിൽ പതരാതെ ശക്തനായ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ച് ബലപ്പെടുവാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. സാഗരം തഴുകാൻ വരൂ നാഥ യേശുവേ.